ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ ഒരു ഭാഗമാണ്. കല്യാണത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, കല്യാണമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിനോട് ചേർന്ന് എത്രത്തോളം ഒഴുകി അതിൻ്റെ കൂടത്തിൽ പോകാൻ പറ്റുമെന്ന് നോക്കി അതുപോലെ ഒഴുകി പോകാൻ ശ്രമിക്കണം. ഹായ്, ഇറ്റ്സ് മീ റിമ കാർത്തിക്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു ഓഫീസുണ്ട്, വെഡ്ഡിങ് കമ്പനിയാണ്, കോക്ടെയിൽ ആർട്സ് ആണെന്ന്. ഇതാണ് നമ്മുടെ കോക്ടെയിൽ ആർട്സ് ഫോട്ടോഗ്രാഫി. കോക്ടെയിൽ ആർട്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു വികാരം കേട്ടോ. നമ്മുടെ ഇവിടെ റിലയൻസിൻ്റെ താഴെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 വർഷമാവുന്നു നമ്മുടെ ഓഫീസ് സ്റ്റാർട്ടായിട്ട്. അതിന് മുമ്പായിട്ട് ഇമ്പീരിയലിൻ്റെ അവിടെ ആയിരുന്നു, തൂക്കുപാലത്തിൻ്റെ അവിടെ ആയിരുന്നു നമ്മുടെ ഓഫീസ്. എന്തായാലും ഇത് കാണുമ്പോഴും ഈ ഒരു പേര് കേൾക്കുമ്പോഴും ഉണ്ടാകുന്നൊരു സുഖം എനിക്ക് വേറെ ഒന്നിലും തോന്നിയിട്ടില്ല. അത് ഇനിയും തന്നെ മുമ്പോട്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാനും കാർത്തികേട്ടനും കൂടി ചേർന്നിട്ട് ഏകദേശം ഒരു 2 വർഷം ആവുന്നതേ ഉള്ളൂ ഒരുമിച്ച് വർക്കിംഗ് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം എന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് മുമ്പോട്ട് പോകാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയ രീതിയിൽ ഓൺലൈനായിട്ടൊരു ബൊട്ടീക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബൊട്ടീക്ക് എനിക്ക് വലിയ രീതിയിൽ കൊണ്ടുവരണം, എനിക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തു. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പുനലൂർ A-to-Z കടകളിലും അതിൻ്റെ റെൻറ്റ്, ഡെപ്പോസിറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നെല്ലാം തിരക്കി. പക്ഷേ എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഞാൻ മൊത്തത്തിൽ നോക്കുമ്പം പറ്റില്ല എന്ന് മനസ്സിലാക്കി. കറണ്ട് സിറ്റുവേഷൻ എനിക്ക് ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത്, ഉള്ളത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്ന് കരുതി ഞാൻ എൻ്റെ ബൊട്ടീക്ക് എന്നൊരു ഡ്രീം അവിടെ ഡ്രോപ്പ് അപ്പ് ചെയ്തിട്ടാണ് ഞാൻ മൊത്തത്തിൽ കോക്ടെയിലേക്ക് വന്നത്. അത് ഒരിക്കലും ആ ഒരു ഡ്രീം ഞാനത് കളയാൻ എനിക്കിപ്പോഴും താല്പര്യമില്ല. എന്തെങ്കിലും സാഹചര്യം എല്ലാം ഓക്കെ ആകുമ്പോൾ മുമ്പോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കോക്ടെയിലിന് വേണ്ടി ഓഫീസ് തപ്പാത്ത സ്ഥലങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇല്ല. നമ്മൾ പലയിടത്തും പോയി തപ്പിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് ആഗ്രഹം ഇവിടെ തന്നെ ആയിരുന്നു. നമ്മുടെ സാറിനെ മേഡത്തെ പോയി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഫസ്റ്റിലെ ഈ ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. എന്നാലും ഈ ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അത് എങ്ങനെയായാലും അവസാനം നമുക്ക് ഇവിടെ തന്നെ എടുക്കാൻ പറ്റി, ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഈ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ആ ഒരു ആഗ്രഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കൂടെ ആ പ്രകൃതി നിൽക്കുമെന്നൊക്കെ പറയുമല്ലോ, അതേപോലെ തന്നെ എൻ്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം രീതി എനിക്കിവിടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഫീൽഡിൽ ഇറങ്ങിയ നാൾ തൊട്ട് ഞാൻ പിച്ച് വെച്ച് വരുന്ന ഒരാളായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലായിരുന്നു. എങ്കിലും മുല്ലപ്പൂമ്പിടി ഏറ്റിടക്കം കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന രീതിയിൽ പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതിങ്ങനെയാണ് എന്ന് വരുന്നൊരു രീതിയിലേക്ക് ഞാൻ വന്നു. ഇപ്പം ഏകദേശം ഒരു 50% ഞാൻ മനസ്സിലാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഉണ്ട്. ഈ ഫീൽഡിൽ വന്നപ്പം ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. പല ആൾക്കാർക്കും പല റൂമേഴ്സ് നമ്മളെപ്പറ്റി പറയാനൊരു ടെൻഡൻസി കൂടുന്നതായിട്ട് തോന്നി. അപ്പം ഞാൻ മനസ്സിലാക്കി ഞങ്ങളെ അവരൊരു കോമ്പറ്റീറ്ററായിട്ട് കാണുന്നത് കൊണ്ടാണല്ലോ നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയാനൊരു ടെൻഡൻസി അവർക്ക് വരുന്നത്. കാർത്തികേട്ടാ, ഇയാളിപ്പോൾ എത്ര നാളായി ഈ ഒരു ഫീൽഡിൽ? ഒരു 12-13 വർഷമായി കാണും. 12-13 വർഷം. ഈ ഇത്രയും നാൾക്കിടയിൽ ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഈ വെഡ്ഡിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഏറ്റവും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ ട്രാവലിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ. ട്രാവലിംഗ് മാത്രമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ലോങ് പോകുന്ന വർക്കിന് പോകുന്നത്, പിന്നെ രാവിലെ എണ്ണിക്കുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മളിത് വീഡിയോ ചെയ്തില്ലേ മറ്റേ ബാത്റൂമിൽ പോകുന്ന കാര്യം, അതൊക്കെ പലർക്കും പല രീതിയിലായിരിക്കാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം പലരും ഒരേ ടൈമിൽ ബാത്റൂമിൽ പോകുന്നവരായിരിക്കത്തില്ല. അത് ചില വർക്കുകൾക്ക് ചിലപ്പോൾ രാവിലെ 3 മണിക്ക് 2 മണിക്കൊക്കെ ഇറങ്ങി പോകുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇത് കറക്റ്റായിട്ട് പോകത്തില്ല. ഇത് മാത്രമേ ഉള്ളതല്ല ഞാൻ പറഞ്ഞേ. ഇപ്പം രാവിലെ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ ഒരുങ്ങി പോയെന്ന് ചോദിച്ചു, ഒരുങ്ങിപ്പോയി അവിടെ ചെന്ന് ഗ്യാപ്പ് കിട്ടത്തില്ല നമ്മൾ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളവിടെ പോയി ചിലപ്പോൾ നമ്മളെ ക്ലയൻറ്റ് ചിലപ്പോൾ 4 മണിക്ക് വരാൻ പറ്റില്ല, 5 മണിക്ക്, ചിലപ്പോൾ 6 മണിക്ക് ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവർ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നമ്മളെ പിടിച്ച് പോസ്റ്റ് ആക്കി വെക്കും. പക്ഷെ കൂടുതലും കറക്റ്റ് ടൈമിങ് ആരോട് പറയണമെന്ന് പറഞ്ഞാലും അവർ ചിലപ്പോൾ പറയും. പക്ഷെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ആ കൃത്യസമയത്ത് കൊടുക്കണമെന്നില്ല, എല്ലാവരും അല്ല ചിലർ. പക്ഷെ ആ ഒരു ടൈം ലാഗ് ത്രൂ ഔട്ട് ആ വെഡിങ്ങിനെ ബാധിക്കും.
തീർച്ചയായിട്ടും. പക്ഷേ ഇത് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വെഡിങ്ങിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈഡിനും ഗ്രൂമിനും ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് അച്ഛന്മാരെ കൊണ്ട് ചെന്നിട്ട്. ഇവർക്ക് ഒരു 3 ദിവസത്തെ ക്ലാസ്സൊക്കെ ഉണ്ട്. ഇത് വെഡ്ഡിങ്ങിൻ്റെ ഡേയിൽ ഇവരെന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇവരെന്തൊക്കെ ചെയ്യരുത്, ഇവരുടെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം, അതിന് ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ് ഇവർക്ക് കൊടുത്തിട്ട് വേണം. അല്ലെങ്കിൽ അതേ ലെവലിൽ തന്നെ കൊണ്ടുപോകും. ചില പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ അച്ഛന്മാർ അവിടെ നിന്ന് വിളിച്ചു വന്നു, ഫോട്ടോഗ്രാഫർമാരെ നിങ്ങളിങ്ങോട്ട് പറയും കയറ്റി വരുന്നതെന്നൊക്കെ പറഞ്ഞ് ചില അച്ഛന്മാരെ സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അവർക്ക് അതിന് മുന്നേ ഇത്ര ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം. പക്ഷെ കുറച്ച് ഈവൻറ്റ് മാനേജ്മെൻറ്റ്സ് ടീമുകളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എത്ര വർക്കിന് കണ്ടേക്കുന്നത്, എത്ര കൺട്രോളിങ് ഇപ്പോൾ ഹോസ്റ്റിംഗ് ഗേൾസ് എത്ര പേരാണെങ്കിലും അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ഈ ആൾക്കാർ അവർക്കൊരു വില കൊടുക്കത്തില്ല. അവർ പറയും ഈ സൈഡിൽ കൂടെ ഗ്രൂപ്പ് എടുത്ത് ഈ സൈഡിൽ കൂടെ ഇറങ്ങി പോകുക എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുവാണെങ്കിൽ എത്ര പേര് കേൾക്കും? അതിന് ഒരേന്ന് വെച്ചാൽ ഹോസ്റ്റിംഗ് ഗേൾസിനെ മാറ്റിയിട്ട് വെളിയിൽ നിൽക്കുന്ന തടിയുള്ള സെക്യൂരിറ്റികളില്ലേ, അമാരെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്താന്നുണ്ടെങ്കിൽ ഇനി ഇത് കാണുന്ന ആൾക്കാര് ഗേൾസിനെ മാറ്റി ജിമ്മം ബോയ്സിനെ ആക്കിക്കോ. എല്ലാ ജിമ്മം ബോയ്സും മാൻഫിറ്റ് ഇടയ്ക്കൂടെ മാൻഫിറ്റിന്റെ ഒരു പരസ്യം കൊടുക്കാനാണോ? നിതിനെയോ നിവിനെയോ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചാൽ. അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസിനെ നിർത്തുകയെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു അമാരെ കണ്ടിട്ടില്ലേ സൈസൊക്കെ ആയിട്ട് ഭയങ്കര ജിമ്മം ബോഡിയൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അത്രയും സമയം പോകുന്ന ഒരു കാര്യം അതാ. അത് കഴിഞ്ഞിട്ട് ഈ കപ്പിൾ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അമ്മാവന്മാരുടെ എൻട്രി വരും, പറ്റത്തില്ല. ഈ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് ധൃതി പിടിച്ചു പോകുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. ധൃതിക്ക് വന്നിട്ട് കല്യാണത്തിന് പോവുക, ധൃതിക്ക് വരുക. പക്ഷെ ഇവര് അപ്പൊ ഞാൻ പറയാൻ വരുന്നേ, ഈ 12 മണിക്കായാലും മുഹൂർത്തം നോക്കി 12 മണിക്ക് കൊണ്ട് വരും. മുഹൂർത്തം കഴിയുന്ന ഉടനെ ഓടിച്ചെന്ന് ഈ ഫുഡ് കഴിക്കാൻ എടുത്ത് തള്ളും. ഇവർക്ക് എല്ലാത്തിനും ഭയങ്കര ഹറിബറിയാണ്. അത് പറയുക, അതെന്തായാലും പറയും. നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ കുറ്റം പറയുന്ന ടീമുകളെല്ലാം ഉള്ളത്. അതല്ല ഞാൻ പറഞ്ഞത്. ഇവർ വരും 12 മണിക്ക് വരും, 12:30 മുഹൂർത്തം കഴിയും. ഉടനെ ഇവർക്ക് ഭയങ്കര ഹറിയായിട്ട് പോയിട്ട് ഇവർ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നില്ല. ഇവർ എൻജോയ് ചെയ്യാനായിട്ടല്ല വരുന്നത്. ഇവർക്ക് അത് ധൃതി പിടിക്കുന്ന ആൾക്കാർ ഇവരെല്ലാവരും. ഞാൻ കേട്ട് വരിക, കല്യാണത്തിന് വരിക, ധൃതി പിടിക്കുക, പോയി ഫുഡ് കഴിക്കാൻ ധൃതി കാണിക്കുക, ഫോട്ടോ എടുക്കാൻ ധൃതി കാണിക്കുക. പിന്നെ എൻ്റെ ഫോട്ടോ നല്ലതാണോ അല്ലെങ്കിൽ പന്നലാണോ എന്നൊന്നും അല്ല ഇവർക്കുള്ളത്. ഇവർക്ക് ഈ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് സ്റ്റേജിൽ വന്നിങ്ങനെ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും. ഇത് ഹായ്, ഇതൊക്കെ ഇവരുടെ സ്റ്റേജിൽ വന്നിട്ടുള്ള പരിപാടി. പിന്നെ വേറൊരു മെയിൻ സംഭവം ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഈ സ്റ്റേജിൽ നിന്ന് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് ഫോൺ എന്ന് പറയുന്ന സാധനം ദയവ് ചെയ്ത് ഈ ഞങ്ങളെന്നല്ല വേറൊരു ഫോട്ടോഗ്രാഫറിൻ്റെയും വീഡിയോഗ്രാഫറിൻ്റെയും കയ്യിൽ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ ഒരു റിലേറ്റീവ്സോ ബാക്കിൽ ഫ്രണ്ടിൽ കാണുമായിരിക്കുമല്ലോ, അവരുടെ കയ്യിൽ കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ അവരുടെ അത്രയും ധൃതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ടൈം ലാഗാണ്. അത് വാങ്ങിക്കാൻ വരണം. ഈ ഒരു രാവിലത്തെ ജേണി തൊട്ട് സ്റ്റിൽ ഈ ഒരു ടൈം വരെ ഇവർ ചിലപ്പം ഫുഡ് കഴിച്ചിട്ടില്ലായിരിക്കാം, വെള്ളം കുടിച്ചിട്ടില്ലായിരിക്കാം, അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവർ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ വർക്കിന് വേണ്ടി അത്ര ഇത് ചെയ്യുമ്പോൾ നിസ്സാരം ഒരു ഫോണിലെ ക്ലിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയാനും കൂടെ ഈ അവസരത്തിൽ ഞാൻ വിചാരിക്കുന്നു. അല്ല, ഇവർ ഫോണിൽ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വലിയ ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഇവർ ശരിക്കും പറഞ്ഞ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ന് സ്റ്റാറ്റസ് ഇടും. ഇവരിത് വർഷങ്ങളോളം സൂക്ഷിക്കത്തൊന്നുമില്ല. ഇന്ന് സ്റ്റാറ്റസ് ഇടും, സ്റ്റോറേജ് ഫുള്ളാകുമ്പോഴത്തേക്ക് ഇവര് പിന്നെ സംഭവം ഇത് ഓർക്കത്ത് പോലും ഇല്ല. ആരുടെ വെഡിങ്, കിട്ടേണ്ട സാധനം വേണ്ടത് നമുക്ക് 10-20 വർഷങ്ങൾക്ക് ശേഷം കാണേണ്ട ആൽബത്തിൽ വന്നിട്ട് നേരെ നോക്കാൻ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ടീമുകളുണ്ട്. ഇപ്പം നമ്മളൊരു ക്യാമറാമാനെ നമ്മൾ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ക്യാമറാമാൻ അവിടെ കിടന്ന് നല്ല വിളിക്കുമായിരിക്കും. ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നല്ല വിളിക്കും. പക്ഷെ ഇവര് മറ്റേ ക്യാമറ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ടീമുകളുണ്ട്. അത് കരട്ടാ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം നമ്മളിവിടെ കിടന്ന് നില വിളിച്ചാൽ ഇവർ നോക്കത്തില്ല. കാര്യം ഇവർക്ക് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ്സിനാണ് ഇവർ സ്റ്റാറ്റസ് ആണെന്ന് ആലോചിക്കുക. എന്നാൽ ഈ പറയുന്ന ആ ഒരു ഫോട്ടോ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അടുത്തത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം രാത്രിയാവും, ചിലപ്പോൾ ഇച്ചിരി നേരത്തെ വന്നെന്നിരിക്കും, എന്തോ ആയിക്കോട്ടെ. വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് പോലും നമുക്ക് വാട്സപ്പ് നോക്കാൻ പറ്റത്തില്ല. ഫോട്ടോ അത് ക്ലൈൻ്റ് അല്ല, അവിടെ വെഡ്ഡിങ്ങിന് വരുന്ന ആൾക്കാരായിരിക്കും അത് ചോദിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നില്ല ഇവർ എത്രത്തോളം ടയേർഡാണ്, അവർക്കും ഒരു റെസ്റ്റ് വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വർക്ക് നോക്കിയോ, അവരിതുവരെയും ഒരു ഫോട്ടോ പോലും ശരിക്കും നമ്മൾ അങ്ങോട്ട് കൊടുത്ത അവരുടെ ടീമിൽ എടുത്ത് പറയണം, മഞ്ജു, മിഥുൻ, നമ്മൾ ചെയ്ത വർക്ക് കൊടുത്തു.
കൊടുത്തു, നമ്മൾ അപ്ഡേഷനും ക്ലിയർ ആയിട്ട് ചെയ്തു. പക്ഷേ ചേച്ചി എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഇതുവരെ എന്നോട് ചോദിച്ചില്ല. അല്ല, നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും നമ്മളെ വിളിച്ചൊന്ന് ഫോഴ്സ് ചെയ്യോ, നമ്മളെ വിളിച്ചിട്ട് കണക്ക് അങ്ങനെ. അത് വേറൊരു കാര്യമുണ്ട്. അവര് ഇപ്പം നാട്ടിൽ വന്നതേ ഉള്ളൂ. നാട്ടിൽ വന്നതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ആര്യങ്കാവാണ് സ്ഥലം, അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു മൂഡിൽ ഇങ്ങനെ പോവാണ്. അതുകൊണ്ട് ഫുഡ് എന്ന കാര്യം ഞാൻ നോക്കിയിട്ട് ഒരു പ്രശ്നം തന്നെ ഈ ഫീൽഡിൽ. രാവിലെ മിക്കുള്ള ആൾക്കാരും കാലുവേറായിരിക്കും. അല്ല, അത് കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ് കാര്യം. ഇപ്പം ക്ലയന്റിന്റെ വീട്ടിൽ നിന്ന് ഫുഡൊന്നും ചിലപ്പോൾ കൊടുക്കണമെന്നില്ല. അപ്പോൾ ക്ലയന്റ് ചിലപ്പോൾ നമ്മൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഫുഡ് ഉണ്ടായിരിക്കാം, ചിലത് ഫുഡ് ഉണ്ടായിരിക്കാം, നമ്മളെ ട്രീറ്റ് ചെയ്യാനുള്ള സമയം കാണത്തില്ല. അതൊരു സത്യമാണ്. പിന്നെ കൂടുതലും ആൾക്കാർ ഇത് കാണുന്നത് ഞാൻ നോക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരുമ്പോൾ നിങ്ങൾ കഴിച്ചു, അല്ലെങ്കിൽ വാ എന്തെങ്കിലും കടിക്കാമെന്ന് പറഞ്ഞ് പലപ്പോഴൊക്കെ നമ്മളെ വിളിച്ച്. അപ്പം നമ്മൾ പക്ഷേ 8 മണിക്ക് നേരത്തെ ചെല്ലുന്ന ആൾക്കാരാണ്. കൂടുതലും നമ്മൾ മോസ്റ്റ്ലി കഴിച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ കഴിക്കുന്നതിന് പോട്ടെ, 8 മണിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ കഴിക്കാം. രാവിലത്തെ വെഡിങ് ആണെങ്കിലോ പറ്റത്തില്ല. തീർച്ചയായിട്ടും കഴിക്കുന്നതിന് പോട്ടെ. അമ്മാവന്മാരെങ്ങനെയുണ്ട്? അമ്മാവന്മാരെ നമ്മൾ കൂടുതലും ചിരിച്ച് കാണിച്ച് സന്തോഷിപ്പിക്കാന്ന്. അമ്മാവന്റെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുക ആദ്യം ചെല്ലുന്നത്. പൊന്നുമക്കൾ, നീ 12 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ കള്ളത്തിലായിരുന്നു പറയുന്നത്. നമ്മളെ ഈ സത്യസന്ധമായിട്ടുള്ള കഥ ഞാനിപ്പോ പറഞ്ഞു. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ അമ്മാവന്മാരെ നമുക്കൊരു ഒരു കല്യാണത്തിന് അവിടെ നിന്ന് നമ്പൂതിരി എടുത്തല്ലേ ചടങ്ങ് ചെയ്യുന്ന പുള്ളിക്കാരുടെ അടുത്ത് തുടക്കിയ കക്ഷി പറയുന്നത് സൗമ്യനായിട്ടിരുന്നു. ഇടയ്ക്ക് കയറാൻ ചെന്നാൽ എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ ഇടയ്ക്ക് വന്നത്? സീരിയസ്ലി ഞാൻ ഇയാളെ ഒപ്പോസ് ചെയ്യുക. കാര്യം എന്താ ചോദിച്ചാല്, അമ്മാവന്മാരിനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മൾ ചെല്ലുമ്പോഴേ അവർക്ക് സമയം അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊരു ഘടകമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആ സമയപരിധിക്ക് നിന്ന് അകത്ത് നിന്ന് ചെയ്യാനായിട്ടൊരു സാഹചര്യം ഇവർ നമുക്ക് തരത്തില്ല. വെഡ്ഡിങ്ങിന് താലി കെട്ടുന്ന സമയത്താണെങ്കിൽ ഇവർ ഫ്രണ്ടിൽ കാണും. അവരുടെ ഒരു നല്ല മൊമെൻ്റ് അല്ലേ, അവർ കെട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മാറി നിന്ന് ആ കുഞ്ഞുങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളെന്നുള്ള വികാരം അന്നില്ല. എല്ലാം സമയം ഈ ഒരു സമയത്തിന് മാത്രമേ വികാരമുള്ളൂ. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. അവരെ നമ്മൾ ഇത്രയും ഇത് പറയുന്നെങ്കിലും ഇവരും കല്യാണം നടത്തി ശീലമില്ല, മനസ്സിലായില്ലേ? ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനെ പറ്റി ഇവർക്കും വലിയ ധാരണയില്ല. ഇവരിപ്പം പഴയ ആൾക്കാരാണ് ഒന്ന്, അവർക്ക് ഈ സമയം കാര്യങ്ങൾ ഒരു എന്താ പറയുന്നത് ദൈവികപരമായിട്ട് പോകുന്നവരാ കൂടുതലുള്ളൂ. അല്ല, അതിനകത്ത് പറയുന്നുണ്ട് കാര്യം. ആ ഒരു രീതിയിലാണ് ഇവർ പോകുന്നത്. മീൻസ് എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള ചിന്ത, പിന്നെ സ്വന്തം എന്നുള്ളൊരു തോന്നൽ. ഇനിയും ഈ ചർച്ച മുമ്പോട്ട് പോയാൽ ഞങ്ങൾ എന്തെങ്കിലും നടക്കും. അതുകൊണ്ട് പാക്കും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.